തിരുവനന്തപുരം പാപ്പനംകോട് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയിലെ തീപിടുത്തത്തിൽ മരിച്ച രണ്ടാമത്തെ ആളുടേതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. മരിച്ച വൈഷ്ണയുടെ രണ്ടാം ഭർത്താവ് ബിനുവിന്റെ ദൃശ്യങ്ങളാണ് പോലീസിന് കിട്ടിയിരിക്കുന്നത്. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, എന്താണ് പോലീസ് ഇതിനെക്കുറിച്ച് പറയുന്നത്? അജീഷ്, ശ്രീജിത്ത്, ഇന്നലെ ഉച്ചയ്ക്ക് 1:30യോടെയാണ് ഈ സംഭവം നടക്കുന്നത്. തീയണച്ച ശേഷം കണ്ടെത്തിയ രണ്ട് മൃതദേഹങ്ങളിൽ ഒന്ന് ഈ ജീവനക്കാരി വൈഷ്ണവുടേതാണെന്ന് ആദ്യമേ തന്നെ തിരിച്ചറിഞ്ഞു. രണ്ടാമത്തെ മൃതദേഹം ഒരു സ്ത്രീയുടേതാണെന്നും പണമടയ്ക്കാനെത്തിയ ഒരാളുടേതാകാമെന്നുമായിരുന്നു ആദ്യത്തെ സംശയം. പിന്നീട് ഈ ഷോർട്ട് സർക്യൂട്ട് ആകാം അപകട കാരണമെന്നായിരുന്നു നിഗമനം. പക്ഷേ സ്ഥലം പരിശോധിച്ച പോലീസിന് ഒരു അട്ടിമറി മനസ്സിലായിരുന്നു. രണ്ടാമത്തെ മൃതദേഹം പുരുഷന്റേതാണെന്ന് തിരിച്ചറിഞ്ഞതോടെ അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു. വൈഷ്ണയ്ക്ക് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് ആ വഴിക്കും അന്വേഷണം നടത്തി. രണ്ടാം ഭർത്താവായ ബിനുവുമായി അകന്ന് ഒരു വാടക വീട്ടിലാണ് രണ്ട് കുട്ടികൾക്കൊപ്പം വൈഷ്ണ താമസിച്ചിരുന്നത്. നരുവാമൂട് സ്വദേശിയായ രണ്ടാം ഭർത്താവ് ബിനു മുമ്പും ഇതേ ഓഫീസിലെത്തി ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. ബിനുവിന്റെ രണ്ട് ഫോണുകളും സ്വിച്ച് ഓഫ് ആയിരുന്നു. ഫോറൻസിക് പരിശോധനയിൽ മണ്ണെണ്ണ കൊണ്ടുവന്ന ഒരു കുപ്പിയും പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബിനുവാണ് കൊല നടത്തിയതെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. ഇന്ന് കൂടുതൽ തെളിവുകളും പോലീസിന് കിട്ടിയിരുന്നു. ബിനുവിന്റെ നരുവാമൂട്ടിലുള്ള വീടിന് സമീപത്ത് നിന്നും ഓട്ടോയിൽ കയറി പാപ്പനംകോട് ഈ ഇൻഷുറൻസ് ഓഫീസിന് സമീപത്ത് ഇറങ്ങുന്ന CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ഒരു തോൾ സഞ്ചിയുമായാണ് വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നത്. മണ്ണെണ്ണ ഒഴിച്ചാണ് തീ വച്ചതെന്ന് നേരത്തെ ഫോറൻസിക് സംഘം സംശയം പ്രകടിപ്പിച്ചിരുന്നു. തോൾ സഞ്ചിയിൽ ഉണ്ടായിരുന്നത് മണ്ണെണ്ണ ആവാമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ ബിനുവിന്റെ ഈ ദൃശ്യങ്ങൾ ഏറെ നിർണായകമാണ്. ഇതൊരു കൊലപാതകമാണെന്നൊരു നിഗമനത്തിൽ അത് സ്ഥിരീകരിക്കുന്നതാണ് ഈ പുതിയ കിട്ടിയ CCTV ദൃശ്യങ്ങൾ. ശരി, അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത്.